ഹലോ, വെൽക്കം ബാക്ക്. അപ്പം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ ഒരു സൺഡേ വ്ളോഗാണ് കേട്ടോ ഇതിപ്പം സൺഡേ ആണ് ഞാനിത് എടുത്തത്. പക്ഷേ എപ്പോഴാണ് അപ്ലോഡ് ചെയ്യാമെന്ന് എനിക്കറിയത്തില്ല. അപ്പം ഇതൊരു സൺഡേ ആണ്. അപ്പം ഇന്നിപ്പോൾ ഞങ്ങൾ വന്നിരിക്കുന്നത് ഏഷ്യാറ്റിക് റിവർ ഫ്രണ്ട്, ഒരു ഓപ്പൺ എയർ മോളാണ് ഇത് സംഭവം. കുറേ ഷോപ്പിങ്ങിന് കുറേ കടകളുണ്ട്, പിന്നെ ഫുഡ് അടിക്കുന്ന ഒരു വലിയ സംഭവമുണ്ട്, പിന്നെ ക്രൂസ് ഡിന്നർ, പിന്നെ കുറച്ച് റൈഡ്സ്, അതൊക്കെ തന്നെ. അങ്ങനെ കുറേ നടന്ന് കാണാനുള്ള സ്ഥലങ്ങളുണ്ട് ഇവിടെ. ഞങ്ങൾ ഇന്ന് വന്ന സമയം നല്ല ക്രൗഡഡാണ്, അത്യാവശ്യം നല്ലപോലെ ആൾക്കാരുണ്ട്. അപ്പോൾ ഇതിനുള്ളിലുള്ള സംഭവങ്ങളൊക്കെ ചീപ്പാണോ എന്ന് ചോദിച്ചാൽ അല്ല, അതാണ് ഞാൻ പറയാനുള്ളൂ. ചീപ്പാണെന്ന് വിചാരിച്ചിട്ടൊന്നും ഇവിടെ വന്ന് ഷോപ്പ് ചെയ്യേണ്ട. ചീപ്പൊന്നുമല്ല, അവരൊരു റീസണബിൾ റേറ്റ് ആണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. നിങ്ങൾ 2 തായ് പറഞ്ഞു നോക്ക്, ചിലപ്പോൾ നിങ്ങൾക്ക് ഡിസ്കൗണ്ട് കിട്ടിയേക്കാം. അപ്പോൾ അങ്ങനെയാണ് ഇവിടുത്തേത്. അങ്ങനെ ഇവിടെ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ കുറച്ച് അത്യാവശ്യം സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പം നിങ്ങൾക്ക് കുറേ നോക്കി റീസണബിൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഷോപ്പിംഗ് ഒക്കെ ചെയ്ത് അങ്ങനെ പോകാം. അങ്ങനെ ഞങ്ങൾ പോകുന്ന വഴിക്കാണ് ഈ ഒരു ആളിരിക്കുന്നതുണ്ട്, ഒരു പോർട്രേറ്റ് വരച്ചു കൊടുക്കുന്ന ആൾ. അപ്പം മൂപ്പര് ഇതൊരു കാർട്ടൂണാക്കി തരും, ഒരു കൈൻഡ് ഓഫ് കാർട്ടൂൺ. അത് ലാമിനേറ്റ് ചെയ്തിട്ടും തരും, അല്ലാണ്ട് ഫ്രെയിം ചെയ്യണമെങ്കിൽ ഫ്രെയിം ചെയ്തിട്ട് തരും. അപ്പോൾ ഇത് കണ്ടപ്പോൾ ഞങ്ങൾ കുറേ നേരം ഇങ്ങനെ നോക്കി നിന്ന് പ്രൈസൊക്കെ റീസണബിൾ ആണോ അതോ ഓവർ എക്സ്പെൻസീവ് ആണോ എന്നൊക്കെ നോക്കി നിന്ന് അവസാനം ഞങ്ങളൊരു തീരുമാനമെത്തി, ഞങ്ങളെടുത്ത്. അപ്പം ഇതിപ്പോൾ ഫസ്റ്റ് ഞാൻ അങ്ങനെ ഇളിച്ച് കൊടുക്കുക ചെയ്ത്. കുറേ നേരം ഇങ്ങനെ ഇരുന്നിട്ട് എൻ്റെ വായൊക്കെ എന്തോ ആയിപ്പോയി. പിന്നെ കുറേ നേരം ഇരുന്ന് അങ്ങനെ എൻ്റേത് ആദ്യം വരച്ച്, പിന്നെ വിനോട്ടം ഇരുന്ന് വിനോട്ടൻ്റെ ആദ്യം വരച്ച്. അങ്ങനെ ഞങ്ങൾ ഫസ്റ്റ് അവിടെ എത്തിയപാടെ ഞങ്ങൾ ചെയ്ത ഫസ്റ്റ് ആക്ടിവിറ്റി ഇതാണ്, ഞങ്ങൾ ഒരു പോർട്രേറ്റ് ഉണ്ടാക്കി. അപ്പോൾ കുറേ കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് സാധനം കയ്യിൽ കിട്ടി. അപ്പോൾ അവർ ചോദിച്ചു ലാമിനേറ്റ് ചെയ്യണോ ഫ്രെയിം വേണോ. ഞങ്ങൾ പറഞ്ഞു ലാമിനേറ്റ് ചെയ്താൽ മതി, കാരണം അതിനൊരു എക്സ്ട്രാ പൈസ കൊടുക്കണം. അപ്പോൾ ഇതാണ് നമ്മളുടെ സാധനം. അപ്പോൾ എങ്ങനെയുണ്ട്? എന്നെപ്പോലെ വിനോദനെ പോലെ ഉണ്ടോ? വിനോദനെ പോലെ എനിക്ക് തോന്നി, പക്ഷെ എന്നെപ്പോലെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ആ ചക്കപ്പല്ലാണോ എന്തോ. എന്നെപ്പോലെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. വിനോദൻ പറഞ്ഞു ഇതൊന്നല്ല, ഇത് നീ ഒന്നല്ല, ഇത് വേറെ ഏതോ പെണ്ണാണ്. അപ്പോൾ എന്നെപ്പോലെയാണോ എന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ.
അപ്പോൾ ഇതാണ് നമ്മളെ റിവർ ഫ്രണ്ട് ഏരിയ. അപ്പോൾ ഇവിടെ കുറേ ക്രൂസ് ഷിപ്സ് അത് ഇതൊക്കെ നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഇത്രയും ആൾക്കാർ ലൈനപ്പ് ചെയ്യുന്നത് ക്രൂസ് ഡിന്നറിന് വേണ്ടിയിട്ട് ബുക്ക് ചെയ്ത ആൾക്കാരാട്ടോ. അപ്പോൾ ഇവിടെ എത്രയോ ടൈം ഗ്യാപ്പിൽ 3 മണിക്കൂറാണ് ഒരു ക്രൂസ് ഡിന്നറിൻ്റെ ഒരു സംഭവം കാര്യമൊക്കെ. അപ്പോൾ എനിക്ക് അധികം ഡീറ്റെയിൽസ് അറിയില്ല, കാരണം എനിക്ക് പേഴ്സണൽ എക്സ്പീരിയൻസ് ഇല്ല. അപ്പം എന്തെങ്കിലും പോവുകയാണെങ്കിൽ അതിന് ഒരു കുഞ്ഞു വീഡിയോ ഒക്കെ ഞാൻ ഇടുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളെ റിവർ ഫ്രണ്ട് ഏരിയ. അപ്പം ഇത് നൈറ്റ് എത്രയോ ടൈം വരെ ഉണ്ട് തോന്നുന്നു. അപ്പം ഈ ക്രൂസിൻ്റെ സംഭവമാണ് ഇത്. അപ്പം ഞാൻ എന്തെങ്കിലും ഒന്ന് കണ്ടിട്ട് അവിടെ അങ്ങനെ വായി നോക്കിക്കോ. അപ്പോൾ ഞാൻ തിരിഞ്ഞ് നോക്കുമ്പോൾ ആളെ കാണുന്നില്ല. മൂപ്പരുണ്ട് ഇങ്ങനെ എങ്ങോട്ടോ തിരക്കിട്ട് ഓടുന്നത്. അപ്പോൾ പിന്നാലെ പിടിച്ചപ്പോൾ മെറിഗോ റൗണ്ടിലേക്കാണ് ഈ ഓടുന്നത്. അപ്പം ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വന്ന സമയത്ത് ഇതിൽ കയറാൻ പറ്റിയില്ല. അപ്പോൾ ഭയങ്കര ആഗ്രഹമായിരുന്നു ഇതിൽ കയറാൻ. അയ്യോ പറ്റിയില്ലല്ലോ എന്നിട്ട്. അപ്പോൾ അതുകൊണ്ട് ഇപ്രാവശ്യം മൂപ്പര് വേഗം ഓടിപ്പോയി ടിക്കറ്റ് എടുക്കാൻ പോയതാണ്. അപ്പോൾ ഇവിടെ എനിക്ക് ഏഷ്യാറ്റിക്കിൽ എനിക്ക് ഒരു കണ്ണിന് കുളിർമ എന്നൊക്കെ പറയില്ലേ, അതുപോലത്തെ സംഭവം എനിക്ക് തോന്നിയത് ഈ ഒരു മെറിഗോ റൗണ്ടും ഈ ഒരു ജയൻറ്റ് വീലുമാണ്. കാരണം ദൂരത്തുനിന്നേ നമ്മൾ ഏഷ്യാറ്റിക്കിലേക്ക് തിരിക്കുമ്പോഴേ ആദ്യം സ്പോട്ട് ചെയ്യുന്ന ഈ ജയൻറ്റ് വീലാണ്. കാരണം അത് അത്യാവശ്യം നല്ല വലുപ്പമുള്ളൊരു ജയൻറ്റ് വീലുമാണ്. അപ്പോൾ ഞാൻ ഈ ടൈപ്പ് മെറിഗോ റൗണ്ട് ഫിലിംസിലേ കണ്ടിട്ടുള്ളൂ. ഇത്ര അടിപൊളിയായിട്ടുള്ള ഒരു ക്യൂട്ടായിട്ട് ഒരു ഫിലിമി കൈൻഡ് ഓഫ് മെറിഗോ റൗണ്ട് ഫസ്റ്റ് ടൈമാണ് ഇവിടെ നിന്നാണ് ഞാൻ കണ്ടത്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടം. വെറുതെ കയറണമെന്നില്ല, നോക്കി നിന്നാൽ തന്നെ എന്തോ രസം. അങ്ങനെ ഇപ്രാവശ്യം ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്ത് ഞങ്ങൾ കയറി. അപ്പോൾ ആൾക്കാരൊന്നും കയറുന്നില്ല. അപ്പോൾ ആദ്യം മൂപ്പര് ഡൗട്ട് അടിച്ചു. പിന്നെ ഞാനെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തല കറങ്ങാത്ത ഏത് റൈഡ് ഉണ്ടെങ്കിലും ഞാൻ കയറിക്കോളും, എനിക്ക് വിഷയമൊന്നുമില്ല. അപ്പം ഞാൻ കയറുന്നുണ്ടപ്പോൾ മൂപ്പര് മെല്ലെ കയറി. അങ്ങനെ അവിടെ ഞങ്ങൾ കുറച്ച് നേരം ഞങ്ങൾ കുട്ടികളായിട്ട് ഞങ്ങൾ കുതിരപ്പുറത്തൊക്കെ ഇരുന്ന് ഞങ്ങൾ പോയി കുറേ നേരം. അപ്പോൾ ഇവിടെ കുറേ റെസ്റ്റോറൻറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഫുഡ് കഴിക്കണമെങ്കിലും നല്ല റെസ്റ്റിംഗ് പ്ലേസ് ആയാലും എല്ലാം ഉണ്ട്. അപ്പം ഞങ്ങൾ ഇവിടുന്ന് കഴിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ആ വീഡിയോസൊന്നും ഞാൻ ഇടാത്തത്. അങ്ങനെ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഞങ്ങൾ ലാസ്റ്റിലേക്ക് ഞാൻ പറഞ്ഞില്ലേ, ഇതിലെ മെയിൻ അട്രാക്ഷൻ എനിക്ക് ഫീൽ ചെയ്തത് ജയൻറ്റ് വീലാണ്. അപ്പോൾ ഇവിടെ ജയൻറ്റ് വീല് വരുന്ന സമയത്ത് നിങ്ങൾ ഏഷ്യാറ്റിക്കിൽ ഫസ്റ്റ് ടൈം വരികയാണെങ്കിൽ വൺസ് ആ ഒരു എക്സ്പീരിയൻസ് അടിപൊളിയാണ്, ഫസ്റ്റ് എക്സ്പീരിയൻസ്. കാരണം ഒരു തവണ എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഒരു എക്സ്പീരിയൻസ് കിട്ടുള്ളൂ. കാരണം രണ്ടാമത് നിങ്ങൾക്ക് തോന്നില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരാൾക്ക് 500 ബാത്താണ്, അത് 3 റൗണ്ട്. അപ്പം ഒരേ സംഭവം ഇടക്കിടക്ക് 500 ബാത്ത് കൊടുത്താക്കാൻ ആർക്കും തോന്നൂലല്ലോ. അപ്പം ഇത് പക്ഷെ കയറുമ്പോൾ നമ്മൾ റൈഡ് പോയി ആ ഒരു എക്സ്പീരിയൻസ് കിട്ടണം. അപ്പം അത് നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. കാരണം എന്തോ നല്ല രസമാണ്. അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ ഇനിയിപ്പോൾ ലാസ്റ്റ് പോകുന്ന വഴിക്ക് ഈ ഒരു കുഞ്ഞ ഫോട്ടോ ബൂത്തും കണ്ടേ. അപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹം, ഞാൻ ഇങ്ങനത്തെ ഫോട്ടോ ബൂത്ത് കാണുമ്പോൾ വിനോദിനോട് പറയും നമുക്ക് ഫോട്ടോ എടുത്താലോ എന്ന് പറയും. പക്ഷേ മൂപ്പരപ്പോൾ ഓരോ മൂഡ് അനുസരിച്ചിരിക്കും. അപ്പോൾ ഇപ്രാവശ്യം എന്തോ നല്ല മൂഡിൽ നമുക്കെടുക്കാം, വല്ലപ്പോഴുള്ള ആഗ്രഹമല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ അങ്ങനെ നല്ലൊരു ക്യൂട്ട് ഫോട്ടോസും എടുത്ത്. അപ്പോൾ ഇപ്രാവശ്യം ഇവിടെ വന്നതിന് ശേഷം എനിക്ക് ഒരു പോർട്രേറ്റ് ഇതുപോലത്തെ ഒരു ക്യൂട്ട് ഫോട്ടോ ബൂത്ത് ചെയ്യാനൊക്കെ പറ്റി. അപ്പോൾ എനിക്ക് ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ടോ തിരിച്ചു പോകുന്നത്. ഇനിയിപ്പോൾ അധികം ഇവിടെ നിൽക്കാനും കഴിയൂല. ഇനിയിപ്പോൾ വേഗം വീട്ടിലേക്ക് പോകണം, കാരണം നാളെ പണിക്ക് കയറാനുള്ളതാണ്. അപ്പോൾ വിനോദിന് മോർണിംഗ് ആണ്. അപ്പം ഉറക്കം കിട്ടിയില്ലെങ്കിൽ അത് ഭയങ്കര പ്രശ്നമല്ലേ, ട്രാവൽ ചെയ്യാനൊക്കെ ഉള്ളതല്ലേ. അപ്പോൾ അതുകൊണ്ട് പിന്നെ അധികം ഇവിടെ നിന്ന് തരുന്നില്ല. ഞങ്ങൾ ഇനിയിപ്പോൾ പോകാനുള്ള പരിപാടിയാണ്. അപ്പം അതിന് മുമ്പ് എവിടെയെങ്കിലും നിർത്തി ഫുഡ് അടിക്കണം. അപ്പം അത് ഞങ്ങൾ എപ്പോഴും പോകുന്ന മദ്രാസ് റെസ്റ്റോറൻറ്റിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ച് നേരെ ഇനി വീട്ടിലേക്ക്. അങ്ങനെ ഇതാണ് നമ്മളുടെ വീഡിയോ.
അപ്പോൾ ഇതോടുകൂടെ എൻ്റെ വീഡിയോ അവസാനിക്കുകയാണ് സുഹൃത്തുക്കളെ. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് ഇനിയും കാണാൻ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇനി എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ see you, bye, take care and have a great day.